അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ് നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് പ്രധാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള കാലഘട്ടമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത്, ഒന്നാമത്തെ ഭാഗത്ത് ഉഹുദ് വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഉഹുദിന്റെ ആരംഭത്തിൽ ശത്രുപക്ഷത്ത് അബൂ സഅദ് ബിൻ അബീ ത്വൽഹയുമായിട്ട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദ്വന്ദ്വയുദ്ധം മുബാറസയിൽ ഏർപ്പെടുന്നു, അദ്ദേഹത്തെ കീഴടക്കുന്നു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം നമുക്കറിയാം യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഉഹുദിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ഒരൽപ്പം ആളുകൾ ധിക്കരിച്ചത് കാരണം, സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള പ്രസ്താവന ഓർക്കുന്നത് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ മുസ്ലിങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാഠമായിരുന്നു. അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ യുദ്ധമായ ഉഹുദ് മുസ്ലിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വമായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഒരൽപ്പം ആളുകൾ ധിക്കരിച്ചത് കാരണം മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കറിയാം. ആ രണ്ടാം ഘട്ടത്തിൽ ശത്രുക്കള് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായിട്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾ ചിഹ്ന ഭിന്നായിട്ട് നാനാഭാഗത്തേക്ക് ഓടുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നാണ് ഉഹുദിന്റെ രണാങ്കണത്തിലുള്ള രണ്ടാം ഘട്ടം. വളരെ ചുരുക്കം ചില സ്വഹാബികൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവൻ പോലും നൽകിക്കൊണ്ട് സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നത്. ആ സന്ദർഭം നമുക്കറിയാം ത്വൽഹാ ഇബ്നു ഉബൈദില്ല, അതേപോലെ തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ചില സ്വഹാബികൾ ആ ഒരു ഗണത്തിലേക്ക് പിന്നീട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉഹുദിന്റെ രണാങ്കണത്തിൽ രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ പതാകവാഹകനായിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ, അദ്ദേഹം ഷഹീദായ സന്ദർഭത്തിൽ പിന്നീട് ആ കൊടികൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നെന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായിട്ടുള്ള പരിക്കേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലും നെറ്റിയിലെല്ലാം ആഴത്തിലുള്ള മുറിവേറ്റു. പ്രവാചകന്റെ ആ മുറിവിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം യുദ്ധാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുറിവ് ശുശ്രൂഷിച്ചത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിരുന്നെന്നെല്ലാം കാണാൻ സാധിക്കും. അവര് വെള്ളം കൊണ്ടുവന്ന് കഴുകി. എത്രയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിലുള്ള മുറിവിൽ നിന്നും രക്തത്തിന്റെ ഒഴുക്ക് നിൽക്കുന്നില്ല. അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന ഒരു പായ എടുത്തിട്ട് ആ പായയുടെ കഷ്ണം മുറിച്ചത് കരിച്ചതിന് ശേഷം ആ കരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ വെച്ച സന്ദർഭത്തിലാണ് രക്തത്തിന്റെ ഒഴുക്ക് നിലച്ചതെന്നെല്ലാം സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. അതാണ് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. പിന്നീട് അടുത്തായിട്ട് നടക്കുന്ന ഹിജ്റ വർഷം 5 ശവ്വാൽ മാസത്തിൽ നടന്ന അഹ്സാബ് യുദ്ധമാണ്. അഹ്സാബ് യുദ്ധം നമുക്കറിയാം, ശത്രുക്കൾ മക്കയിൽ അവർ കഴിയുന്ന അത്ര വ്യത്യസ്ത ഗോത്രങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് അഹ്സാബ് എന്നുള്ള പേര് യുദ്ധത്തിന് വരാനുള്ള കാരണം. വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് 10,000-ഓളം വരുന്ന ഒരു വലിയ സംഘവുമായിട്ട് അവർ മദീനയെ ആക്രമിക്കാൻ വരികയാണ്. മുസ്ലിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ആ ഒരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ വിളിച്ചുകൊണ്ട് കൂടി ആലോചിച്ചു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ നിന്നും ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രവാചകന്റെ അനുയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്. അദ്ദേഹം ഒരു പേർഷ്യൻ യുദ്ധതന്ത്രം പ്രവാചകനുമായിട്ട് പങ്കുവെക്കുകയാണ്. അതായത് മദീനയിൽ നമുക്കൊരു കിടങ്ങ് കൊടിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കാമെന്നുള്ള ഒരു തന്ത്രം അദ്ദേഹം പ്രവാചകനുമായിട്ട് പങ്കുവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം സ്വീകരിക്കുകയാണ്. അതിനുശേഷം അവര് മദീനയുടെ വടക്ക് ഭാഗത്ത് ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ വേണ്ടി അവർ ദിവസങ്ങളോളം പരിശ്രമിക്കണം. കാരണം വടക്ക് ഭാഗം മദീനയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വളരെ വലിയൊരു സവിശേഷത, മദീനയിൽ വടക്ക് ഭാഗത്തുകൂടെ മാത്രമേ ശത്രുക്കൾക്ക് ഓപ്പണായിട്ട് മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പ്രത്യേക രൂപത്തിൽ സംരക്ഷിക്കപ്പെടും. അതേ മദീനയുടെ ഒരു ബർക്കത്താണ്. അതായത് മറ്റുള്ള ഭാഗത്തെല്ലാം വലിയ ഈത്തപ്പനത്തോട്ടങ്ങളും അതേപോലെ തന്നെ ശക്തമായ കൂർത്ത പാറകളിലുള്ള അഗ്നിപർവ്വത പാറകളാലും മറ്റുള്ള ഭാഗങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വടക്ക് ഭാഗത്ത്, ഓപ്പണായിട്ട് കിടക്കുന്ന ആ വടക്ക് ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ദിവസങ്ങളോളം എടുത്ത് വലിയൊരു കിടങ്ങ് കുഴിക്കാണ്. അവസാനം 10,000-ഓളം വരുന്ന ശത്രു സംഘം അവർ മദീനയിൽ എത്തുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ വെറും 3,000 മാത്രം, 1/3 മാത്രം. അത് മാത്രമല്ല, ആ നിർണായക സന്ദർഭത്തിൽ മദീനക്കകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് കരാർ ഒപ്പിട്ട ജൂതന്മാർ ആ നിർണായക സന്ദർഭത്തിൽ കൂറുമാറുകയാണ്. അവര് ശത്രുക്കളോടൊപ്പം ചേരാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അകത്തു നിന്നും
പുറത്തു നിന്നും ഒരേ രൂപത്തിൽ ശത്രുക്കളാൽ മുസ്ലിങ്ങൾ വളയപ്പെട്ട ആ ഒരു സന്ദർഭം, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആ ഒരു വേള അള്ളാഹു സുബ്ഹാനഹു വ തആല അതിമനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനിൽ അത് വരച്ചു കാണിക്കുന്നുണ്ട്. ആ സന്ദർഭം സൂറത്തുൽ അഹ്സാബിന്റെ 10ഉം 11ഉം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും അവര് നിങ്ങളാ വളഞ്ഞ സന്ദർഭം. ഇത് ജാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ദൃഷ്ടികളൊക്കെ തെന്നിപ്പോയി, നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തുമാറ് നിങ്ങൾ ഭയന്നു. വതദുന്നൂന ബില്ലാഹി ളുനൂന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നിങ്ങൾ പലതും ചിന്തിച്ചു പോയി, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പലതും ചിന്തിച്ചു പോയി. ആ ഒരു അത്രയും പ്രതിസന്ധി നിറഞ്ഞ ആ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു അടുത്ത ആയത്ത് 11ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വസിൽസിലു സിൽസാലൻ ശദീദ, നിങ്ങൾ കിടുകിട വിറക്കപ്പെട്ട ആ സന്ദർഭം. സുബ്ഹാനല്ലാഹ്, ഇതേ പ്രയോഗം നമുക്കറിയാം ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സിൽസാലിൽ ഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ, അതേ പ്രയോഗമാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞത്. വസിൽസിലു സിൽസാലൻ ശദീദ, നിങ്ങൾ കിടുകിട വിറപ്പിക്കപ്പെട്ട ആ ഒരു സന്ദർഭം, ആ പ്രതിസന്ധി വേള. അവസാനം നമുക്കറിയാം ഖന്തക്ക് എന്ന ആ ഒരു ഘട്ടത്തിൽ, ഖന്തക്ക് എന്ന ആ സ്ഥലത്ത് ശത്രുക്കള് കിടങ്ങിന്റെ അപ്പുറത്തും മുസ്ലിങ്ങൾ ഇപ്പുറത്തുമായിട്ട് തമ്പടിക്കാൻ, അപ്പൊ ശത്രുക്കൾ ആ കിടങ്ങ് മുറിച്ച് കടക്കുന്നത് തടയാൻ വേണ്ടി മുസ്ലിങ്ങൾ പ്രത്യേകമായിട്ട് അവിടെ ശ്രദ്ധിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഒരു സംഘത്തെ അവിടെ നിർത്തി. അപ്പൊ അതിനിടയിലെ ശത്രുക്കള്, ചില ആളുകൾ കിടങ്ങിൽ എങ്ങനെയെങ്കിലും മുറിച്ച് കടക്കാൻ വേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിടങ്ങിന്റെ ഒരു ഇടുങ്ങിയ ഭാഗം കണ്ടെത്തിയിട്ട് അവിടേക്ക് ഇറങ്ങിയിട്ട് ശത്രുപക്ഷത്തുനിന്നും ചില ആളുകൾ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടൊരു വ്യക്തി അംർ ബിൻ അബ്ദുവുദ് എന്നറിയപ്പെടുന്ന ശക്തനായിട്ടുള്ള ഖുറൈശികളുടെ ഒരു ധീര യോദ്ധാവാണ്. അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് 1000 ധീര യോദ്ധാക്കൾക്ക് തുല്യനായ ആള് എന്നാണ് അദ്ദേഹത്തിന് അവർ നൽകുന്ന വിശേഷണം. അത്രയും വലിയ ധീര യോദ്ധാവായ ഈ മനുഷ്യൻ, അദ്ദേഹം ആ കിടങ്ങിലേക്ക് ഇറങ്ങിയെന്നുകൊണ്ട് മുസ്ലിങ്ങളെ വെല്ലുവിളിക്കാൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്, ഇപ്പൊ മക്കയിലൊക്കെ, ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് കുട്ടികൾ ചോറുന്നാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമ്മാരാരെങ്കിലും എന്തെങ്കിലും പേര് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അതേ രൂപത്തിൽ മക്കയിലുള്ള ആളുകൾ, മക്കയിലുള്ള ഉമ്മമാര് കുട്ടികളെ പേടിപ്പിക്കുന്ന പേരായിരുന്നു ഇദ്ദേഹം. അത്രയേറെ ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ധീര യോദ്ധാവായിരുന്നു ഈ അംർ ബിൻ അബ്ദുവുദ്. അദ്ദേഹം ആ കിടങ്ങിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ശക്തമായിട്ട് വെല്ലുവിളിച്ച സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ചു. രണ്ടാമത് അദ്ദേഹം വെല്ലുവിളിച്ച് അദ്ദേഹം പറഞ്ഞു, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളത്? ആരെങ്കിലും തയ്യാറാണെങ്കിൽ വരൂ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അയച്ചുതരാം. നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അയച്ചുതരാം. ധൈര്യമുള്ള ആളുകൾ ഇറങ്ങി വരുമെന്ന് അദ്ദേഹം പരിഹാസത്തോടുകൂടെ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കാൻ. അദ്ദേഹം 3-ാം തവണയും വെല്ലുവിളിച്ച സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള സന്ദർഭത്തിൽ അദ്ദേഹം ഏറ്റുമുട്ടാൻ പോകുന്നത് ഇത്രയും ധീര യോദ്ധാവായിട്ടുള്ള ഒരു മനുഷ്യനെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട സന്ദർഭത്തിൽ ഈ അംർ ബിൻ അബ്ദുവുദ് അദ്ദേഹം പറഞ്ഞു, ഇബ്നു അഖി ലാ ഉരീദു അൻ അഖ്തലക്, ഇത്രയും ചെറിയ നീയാണോ, ഈ കൊച്ചായിട്ടുള്ള നീയാണോ എന്നോട് ഏറ്റുമുട്ടാൻ വരുന്ന? നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അയക്കൂ. ഇത്രയും ചെറുപ്പമായിട്ടുള്ള നിന്റെ രക്തം ചിന്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഖുറൈശികളിൽ പ്രായമുള്ള വേറെ ആരും ഇല്ല എന്ന് അദ്ദേഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കിക്കൊണ്ട് പറയാൻ. ആ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബീ ധീര യോദ്ധാവായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു പക്ഷേ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടാകുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വധിച്ചേ തീരൂ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്കൊരു പക്ഷേ എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ കൊന്നേ തീരൂ. സുബ്ഹാനല്ലാഹ്, ധീരത നോക്കുക. അത് കേട്ട സന്ദർഭത്തിൽ ഈ അംർ ബിൻ അബ്ദുവുദ് അദ്ദേഹം കുതിരപ്പുറത്തുനിന്നും ചാടി ഇറങ്ങുകയാണ്. പിന്നെ അവര് തമ്മിൽ സംഘട്ടന, അതിഘോരമായിട്ടുള്ള സംഘട്ടന അവിടെ നടന്നത്. കാഴ്ചക്കാരായ സ്വഹാബികൾ പറയാണ്, ആ പൊടിയും അതേപോലെ തന്നെ വാളിന്റെ ശബ്ദവും മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. ആ കിടങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അവസാനം ആ പൊടികൾക്കുള്ളിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തക്ബീർ വിളി, അല്ലാഹു അക്ബർ എന്നുള്ള ആ തക്ബീർ കേട്ട സന്ദർഭത്തിലാണ് അംറിന്റെ കഥ കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞതെന്നാണ് സ്വഹാബികൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ആ നിർണായക യുദ്ധത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് മാത്രം മുസ്ലിങ്ങൾ അഹ്സാബ് യുദ്ധത്തിൽ സാഹചര്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. അതാണ് അഹ്സാബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചരിത്രം. നമ്മൾ കാണുന്ന ഹിജറ വർഷം 6 ആരംഭത്തിൽ നടന്ന ബനുൽ മുസ്തലിഖ് ദൗത്യാണ്. ആ ബനുൽ മുസ്തലിഖ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം,
അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ രഹസ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കണം. മുറൈസി എന്ന പേരിലും ആ ഗോത്രം അറിയപ്പെടുന്നുണ്ട്. ആ രൂപത്തിലൊരു ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചുള്ള രഹസ്യ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിശോധിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘവുമായിട്ട് അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അവരെ കീഴടക്കാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ആ സംഘത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആ സംഘത്തിൽ നിരവധി മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖിൽ എത്തുന്നു. അവിടെ യുദ്ധമൊന്നും നടക്കാതെ തന്നെ ആ ഗോത്രം അവസാനം അവർ കീഴടങ്ങുന്നതാണ്. നമുക്കറിയാം, അവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജുവൈരിയ ബിൻത് ഹാരിസ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട വിവാഹം, അത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് ആ ബനുൽ മുസ്തലിഖ് ആ സംഭവത്തിന് ശേഷം ആ യാത്രാ സംഘം അവർ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അവർ മരുഭൂമിയിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവരിരുന്ന ആ പല്ലക്ക്, ആ ഹൗദജിൽ നിന്നും അവർ പുറത്തുപോയ സന്ദർഭത്തിൽ യാത്രാ സംഘം അവർ ആയിഷ റളിയല്ലാഹു അൻഹ അതിനകത്തുണ്ടെന്ന് കരുതി അവർ ആ പല്ലക്ക് എടുത്ത് അവർ യാത്ര പുനരാരംഭിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ആവശ്യം നിർവഹിച്ച് തിരിച്ചു വന്ന സന്ദർഭത്തിൽ യാത്രാ സംഘം പോയിട്ടുണ്ട്. ആ മരുഭൂമിയുടെ വിജനതയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുകയാണ്. അവരൊറ്റക്ക് അവിടെ അകപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും തന്റെ യാത്രാ സംഘത്തിന്റെ ഏറ്റവും പിറകിൽ ഒരു സ്വഹാബിയെ നിയോഗിക്കേണ്ടായിരുന്നു. അതായത് ആ യാത്രാ സംഘം വല്ലതും അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ലതും എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും യാത്രയുടെ ആ യാത്രാ സംഘത്തിന്റെ ഏറ്റവും പിറകിൽ ഒരു സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കാറുണ്ടായിരുന്നു. ആ രൂപത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹത്തിന്റെ പേര് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഏറ്റവും പിറകിൽ ഒരല്പസമയത്തിന് ശേഷം വന്ന സന്ദർഭത്തിൽ ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ആയിഷ റളിയല്ലാഹു അൻഹയാണ് അവർ കാണുന്നത്. അദ്ദേഹം കണ്ട ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹം അത്ഭുതപ്പെടാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് തന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് യാത്രയാവുന്നു. മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ അവരിരുവരും വരുന്ന ആ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ലഅനഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകൾ അവരെ സംബന്ധിച്ച് അപവാദങ്ങൾ പടച്ചുണ്ടാക്കാൻ തുടങ്ങി. അവരെ സംബന്ധിച്ച് വ്യഭിചാരോപണം, നഊദു ബില്ലാഹ്, ആ രൂപത്തിലൊരു ആരോപണം ഉണ്ടാക്കി അവിടെ സമൂഹത്തിൽ അവർ പരത്താൻ തുടങ്ങി. പല ആളുകളും തെറ്റിദ്ധരിച്ചു. ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഈ രൂപത്തിലുള്ള ആളുകളെല്ലാം ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റം മാനസികമായിട്ട് വിഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയത്തിൽ കൂടിയാലോചനയ്ക്ക് വേണ്ടി തന്റെ അടുത്ത ബന്ധുക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അടുത്ത ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുള്ള അഭിപ്രായം അന്വേഷിക്കാണ്. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളെ വിളിച്ചു. ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ഇബ്നു സെയ്ദ് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ്. നമുക്കറിയാം സെയ്ദ് ഇബ്നു ഹാരിസ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ആ വളർത്തുപുത്രൻ സൈനബുമായിട്ടുള്ള വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സ്വഹാബിയാണ് സെയ്ദ് ഇബ്നു ഹാരിസ. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടാളുകളെ തന്റെ കുടുംബത്തിൽ നിന്നും വിളിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുൽ ഇഫ്ക് എന്നറിയപ്പെടുന്ന സുദീർഘമായിട്ടുള്ള ഹദീസാണ്. അതിൽ കുറിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞു, വലാ നഅലമു വല്ലാഹി ഇല്ലാ ഖൈർ, ഓ പ്രവാചകരെ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് എനിക്ക് നല്ലത് മാത്രമേ അറിയൂ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലം യുളയ്യിഖില്ലാഹു അലൈക്, ഓ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യാതൊരു കുടുസും ഉണ്ടാക്കിയിട്ടില്ല. വന്നിസാഉ സിവാഹ കസീർ, സ്ത്രീകൾ അവരല്ലാതെ വേറെ ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരല്ലാതെ മറ്റുള്ള സ്ത്രീകൾ ഇവിടെ ആ രൂപത്തിലാണ് അലി റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ടും എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ പ്രതികരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രതികരണം ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട്. അതെല്ലാം സ്വഹാബികളുടെ ആ മാനസികമായിട്ടുള്ള തലങ്ങളാണ് കാണിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ മടങ്ങി വരും. അലി റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവരുടെ ജാരി, അവരുടെ വേലക്കാരിയായിട്ടുള്ള ആ ബരീറയോടുകൂടെ നിങ്ങൾ അന്വേഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് ആ ബരീറയെ വിളിച്ചു. ബരീറ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും വളരെ നല്ലത് മാത്രമാണ് പറയുന്നത്. പിന്നീട് നമുക്കറിയാൻ സംഭവിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട്
സൂറത്ത് നൂറിലെ 10ഓളം ആയത്തുകൾ അവതരിപ്പിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ അവസാനം നമ്മൾ അതാണ് കാണുന്നത്. അതാണ് ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഹദീസ്. പിന്നെ അടുത്ത സംഭവമായിട്ട് നമ്മൾ കാണുന്നത് ഹിജറ വർഷം 6 ദുൽഖഅദ് മാസത്തിൽ നടന്ന ഹുദൈബിയ സന്ധ്യയാണ്, സുൽഹ് ഹുദൈബിയ. അതിമനോഹരമായിട്ടുള്ള സംഭവം, 4-5 മണിക്കൂർ എടുത്ത് പറയേണ്ട അതിമനോഹരമായിട്ടുള്ള സംഭവം. അതിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടി മദീനയിൽ നിന്നും പുറപ്പെടുന്നു. അതിനുശേഷം മക്കയിൽ എത്താനായ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ഖുറൈശികളെ തടയുകയാണ്. അവസാനം ഖുറൈശികളെ ചർച്ചയ്ക്ക് വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട ഒരു അംഗം സുഹൈൽ ഇബ്നു അംർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ പറഞ്ഞയക്കുന്നു. അവര് സന്ധിക്ക് വേണ്ടി അവരിങ്ങോട്ട് ആവശ്യപ്പെടാൻ. ഈ രണ്ട് കക്ഷികൾക്കിടയിലും ഒരു ധാരണ ആയതോടുകൂടെ സന്ധ്യ എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്ന ആ സന്ധ്യ എഴുതാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി ഇബ്നു അബീ താലിബ് നമുക്ക് എല്ലാവർക്കും അറിയാം സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്. ആ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സന്ധ്യ എഴുതാനിരുന്ന ആദ്യം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അദ്ദേഹം എഴുതി. ആ എഴുതിയ സന്ദർഭത്തിൽ ശത്രുക്കൾ പറഞ്ഞു, പറ്റില്ല, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ലൗ നഅലമു അന്നക റസൂലുള്ളാഹ് മാ മനഅനാക, നീ പ്രവാചകനാണ്, നീ റസൂലുള്ളാഹിയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിന്നെ തടയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വേർഡ് എഴുതാൻ പറ്റില്ല. അൻത മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, നീ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റസൂലുള്ളാഹ് വ അന്ന മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും, നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും വ അന റസൂലുള്ളാഹ്, ഞാൻ പ്രവാചകനാണ്, അതോടൊപ്പം തന്നെ വ അന മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, ഞാൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് കൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ ഭാഗം വെട്ടിമാറ്റാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കാൻ. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന വിട്ടുവീഴ്ചക്കുള്ള ഏറ്റവും അതിമനോഹരമായിട്ടുള്ള മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗം മായ്ക്കാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വല്ലാഹി ലാ അംഹുക അബദ, അല്ലാഹുവാണ്, ഞാനത് മായ്ക്കില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാഹുവാണ്, ഞാനത് മായ്ക്കില്ല, എന്റെ കൈ കൊണ്ട് ഞാനത് മായ്ക്കില്ലെന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. മനോഹരമായിട്ടുള്ള ഒരു സംഭവം സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കാതിരിക്കുക വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രവാചകനെ ധിക്കരിക്കല്ല, മറിച്ച് പ്രവാചകനോടുള്ള അതിയായ സ്നേഹമാണ് ആ ധിക്കാരത്തിന് പിറകിൽ പോലും നമ്മൾ കാണുന്നത്. എന്റെ കൈകൊണ്ട് അത് ഞാൻ മായ്ക്കില്ലെന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായി. അത് പറയാനുള്ള വികാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ കൊണ്ട് അതെടുത്ത് മായ്ക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഹുദൈബിയ സന്ധിയിൽ നമ്മൾ കാണപ്പെടുന്ന സംഭവം. ഹിജറ വർഷം 7 അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരതയെല്ലാം വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഖൈബർ യുദ്ധം. ആ ഖൈബർ യുദ്ധം നമുക്കറിയാം, മദീനയിലുള്ള ജൂതഗോത്രവുമായിട്ട് നടത്തിയ യുദ്ധം. അപ്പൊ ജൂതന്മാര് അള്ളാഹുവിന്റെ പ്രവാചകനുമായിട്ട് അവരൊരു കരാറിൽ ഒപ്പിട്ടു. പക്ഷെ ആ കരാർ അവർ നിരന്തരം ലംഘിക്കാൻ തുടങ്ങി. പല സന്ദർഭത്തിലും ശത്രുക്കളുമായിട്ട് ചേർന്ന് വരെ മുസ്ലിങ്ങൾ അവർ വഞ്ചിക്കാൻ ശ്രമിച്ചു. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭം നേരത്തെ പറഞ്ഞു. ആ രൂപത്തിൽ നിരന്തരം അവര് മുസ്ലിങ്ങൾക്കെതിരെ അവര് ഗൂഢാലോചനകൾ നടത്തി. അതോടൊപ്പം തന്നെ മദീനയുടെ ഭരണാധികാരിയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പോലും അവർ ഒന്നിലധികം തവണ അവർ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ നിരന്തരമായിട്ട് അവർ ഇത്തരം ശ്രമങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ ആ ഒരു തലവേദന എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ മുസ്ലിങ്ങൾ തീരുമാനിക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് 70 മൈൽ അകലെയുള്ള ആ ഖൈബറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവുമായിട്ട് യാത്രയാവുകയാണ്. അപ്പൊ നിരവധി കോട്ടകൾ പാലസുകളുള്ള ഒരു ജൂത കോളനിയായിരുന്നു ഖൈബർ. അതുകൊണ്ട് തന്നെ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കോട്ടകളുമായിട്ട് യുദ്ധം നടത്തിയിട്ടുള്ള ഒരു പരിചയം അവർക്കില്ല, ഒരു മുൻപരിചയം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം പ്രതീക്ഷിച്ചതിലധികം ദിവസം നീളുകയാണ്. 30ഓളം ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും സ്നേഹിക്കുന്ന ഒരാൾക്ക് നാളത്തെ ദിവസം ഞാൻ കൊടി നൽകും. അതായത് മുസ്ലിങ്ങളുടെ പതാക അത്തരത്തിലൊരാൾക്ക് ഞാൻ നാളെ നൽകും. റജുലുൻ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവും പ്രവാചകനും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞാൻ നാളെ കൊടി നൽകും.
അയാളുടെ കൈകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ വിജയം നൽകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത് രാത്രിയാണ്. അപ്പോൾ ഓരോ സ്വഹാബികളും അന്നത്തെ ദിവസം രാത്രി ഉടനീളം അത് ഞാനായിരിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി ഞാനായിരിക്കണമെന്ന് ഓരോ സ്വഹാബികൾ ആഗ്രഹിക്കുക. എത്രത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന കാണാൻ സാധിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമാ തശവ്വഫ്തു ലിൽ ഇമാറത്തി ഖബല യൗമ ഇദിൻ. അന്നത്തെ പോലെ ആദ്യമായിട്ട് എനിക്ക് അധികാരത്തോട് അല്ലെങ്കിൽ നേതൃത്വത്തോട് എനിക്ക് വല്ലാത്തൊരു മോഹം അന്ന് തോന്നി. അതായത് ഇത്രയും കാലം ഞാൻ അധികാരം ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് കേട്ടപ്പോൾ അത് ഞാനായിരിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു പോയി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. ഓരോ സ്വഹാബിയും അത് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം ഫജ്ർ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഐന അലി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് അന്വേഷിക്കുന്നത്. ആ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാൻ സാധിക്കും, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ടൊരു ചെങ്കണ്ണ് ബാധിച്ചത് കാരണം കണ്ണുപോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ കിടപ്പിലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാർത്ത അറിഞ്ഞ സന്ദർഭത്തിൽ തന്റെ സമീപത്തേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പൊ അവർ കൊണ്ടുവന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമിനീരെടുത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ പുരട്ടി. അതോടുകൂടെ അദ്ദേഹത്തിന് ആ അസുഖം മാറി, സുഖപ്പെട്ടു എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്താണ് നമ്മൾ അവിടെ കാണുന്നത്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ പതാക നൽകുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ ഈ പോവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പതാകയുമായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു സംശയം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു ആ സംശയം ചോദിക്കാൻ പോലും വലം യൽതഫിത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അവരുടെ ഈമാൻ അല്ലെങ്കിൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ അക്ഷരം പതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അതേ രൂപത്തിൽ അനുസരിക്കുന്നതായിട്ടാണ് നമ്മളെ കാണുന്നത്. സംശയം ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകാൻ കൽപ്പിച്ചതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് തിരിയാതെ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഉറക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലാമാ നുഖാതിൽ, പ്രവാചകരെ എന്ത് കണ്ടീഷനിലാണ് ഞാൻ അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടീഷൻ പറഞ്ഞു കൊടുത്ത്, ഇസ്ലാമിലേക്ക് നീ സ്വീകരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലുള്ള അവകാശങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവസാനം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലഇൻ യഹ്ദി അല്ലാഹു ബിഹി റജുലൻ വാഹിദ ഖൈറുൽ ലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൈകളാൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് നീ കാരണം ഒരാൾ ഹിദായത്തിൽ എത്തുകയാണെങ്കിൽ അതാണ് ലോകത്തുള്ള സർവ്വതിനേക്കാൾ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുമന്ന ഒട്ടകങ്ങളിൽ, അതായത് അക്കാലഘട്ടത്തെ ഏറ്റവും വിലപിടിപ്പുള്ള, ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറിനേക്കാൾ ആ രൂപത്തിൽ നമുക്കതിനെ ആ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് അത്രയും വിലപിടിപ്പുള്ള ലോകത്തുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് നീ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരുന്ന. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയുന്നത്. നമ്മൾ പല സന്ദർഭത്തിൽ ഹദീസ് കേട്ടിട്ടുണ്ട്, പക്ഷേ ആ ഹദീസിന്റെ കോണ്ടെക്സ്റ്റ് അതാണ്. ഖൈബർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറയുന്നത്, നീ കാരണം ഒരാൾ ഹിദായത്തിൽ എത്തുകയാണെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം അതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഉപദേശം നൽകിക്കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അയക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുന്നേറുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിലൂടെ മുസ്ലിങ്ങൾക്ക് ആ ദിവസം വിജയം ലഭിക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിശക്തമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ പോരാടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ യുദ്ധത്തിൽ, ഖൈബർ യുദ്ധത്തിലുള്ള മാസ്മരികമായിട്ടുള്ള പോരാട്ടത്തിന്റെ വർണ്ണനകൾ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹിശാം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന മനോഹരമായിട്ടുള്ള സംഭവം, അലി റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പരിച നിലത്ത് വീണ സന്ദർഭത്തിൽ ആ കോട്ടയുടെ പടുകൂറ്റൻ വാതിലെടുത്തിട്ട് അതായിരുന്നു അത്ര അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിചയമായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് ആ യുദ്ധത്തിന് ശേഷം സ്വഹാബികൾ പറയാണ്, ആ യുദ്ധത്തിന് ശേഷം യുദ്ധാനന്തരം ഞങ്ങൾ ആ വാതിൽ, അലി റളിയല്ലാഹു അൻഹു യുദ്ധ സന്ദർഭത്തിൽ പരിചയമായി ഉപയോഗിച്ച ആ വാതില് അത് ഞങ്ങൾ എടുത്ത് പൊക്കാൻ വേണ്ടി ശ്രമിച്ചു. 40ഓളം ആളുകൾ ഞങ്ങൾ പൊക്കിയിട്ടാണ് ആ വാതിലെടുത്ത് ഞങ്ങൾ മാറ്റിയത് എന്നുള്ളത്. 40 സ്വഹാബികൾ പൊന്തിച്ച ആ വാതിലാണ് ഒറ്റ കൈ കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധ സന്ദർഭത്തിൽ ഉയർത്തിയത്. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല, കാരണം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായിരുന്നു. ആ രൂപത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് സച്ചരിതരായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന
ഇതേ രൂപത്തിലുള്ള കറാമത്തുകൾ എത്രയോ നമുക്ക് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അബോധികമായിട്ട് ഈ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്ന നിരവധി സംഭവങ്ങൾ കാണാൻ അത്തരത്തിലുള്ള ഒരു സംഭവം മാത്രമേ. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ ഖൈബർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. ആ ഖൈബർ യുദ്ധത്തിലെ താരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അടുത്തായിട്ട് ഹിജ്റ വർഷം 8 നമുക്കറിയാം മക്ക വിജയം. ഹിജ്റ വർഷം 7 നടന്ന ഉംറത്തുൽ ഖളാ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഹുദൈബിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹുദൈബിയയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉംറ നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചില്ല, ശത്രുക്കൾ അവിടെ തടഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട ഉംറ പൂർത്തിയാക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 7 മദീനയിൽ നിന്ന് ഒരു സംഘം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഹുദൈബിയയിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം, നഷ്ടപ്പെട്ട ഉംറ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഹുദൈബിയയിൽ നേരത്തെ പങ്കെടുത്ത ആളുകളും അതോടൊപ്പം പുതിയ ആളുകളെല്ലാമായിട്ട് 2000-ഓളം വരുന്ന ഒരു സംഘവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോവാൻ. അതാണ് ഉംറത്തുൽ ഖളാ. ഖളാ എന്ന് വെച്ചാൽ നമുക്കറിയാം നേരത്തെ നഷ്ടപ്പെട്ട ഉംറ പൂർത്തിയാക്കാൻ പോവാൻ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തുന്നു. മക്കയിൽ ഉംറ നിർവഹിച്ചതിന് ശേഷം 3 ദിവസത്തോളം മക്കയിൽ തങ്ങി അവർ തിരിച്ചു വരാനിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. തിരിച്ചു വരാനിരിക്കുന്ന സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകള് അവള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വരണം, എന്നെ നിങ്ങൾ സംരക്ഷിക്കണം, എന്നെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. അപ്പൊ അവളെ ആര് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമായി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവളെ ഏറ്റെടുക്കും, ഞാൻ സംരക്ഷിക്കും, അവൾ എന്റെ ബന്ധുവാണ്. ആ സന്ദർഭത്തിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സംരക്ഷിച്ചോളാം, ഞാൻ അവൾ എന്റെ ബന്ധു കൂടെയാണ്. അതേപോലെ തന്നെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കാണ് നിങ്ങളെക്കാൾ അവളെ ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യത. അവർക്കിടയിൽ തർക്കമായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. പ്രവാചകൻ അവരെ 3 ആളുകളുടെയും ആ അഭിപ്രായം കേട്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവള് ജഅഫറിന്റെ കൂടെ പോകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മ. ഈ ഹദീസ് നമ്മൾ പല സന്ദർഭത്തിൽ, അതായത് ഉമ്മയുടെ സഹോദരി ഉമ്മക്ക് തുല്യമായിട്ടുള്ള സ്ഥാനാണ്. ഹദീസ് പല സന്ദർഭത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഹദീസിന്റെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം ഇതാണ്. കാരണം അവരുടെ അമ്മ, അവളുടെ ജഅഫർ, അതായത് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ അമ്മായി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യൻ, നിങ്ങളെക്കാൾ അനുയോജ്യൻ ജഅഫറാണ്, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സ്വാഭാവികമായിട്ട് അത് കേൾക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള 2 ആളുകൾക്കും മാനസിക പ്രയാസം ഉണ്ടാകും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ, സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ ആ മനോഹരമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളാണ് അതെല്ലാം കാണിച്ചിരുന്നത്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ അലി, അൻത മിന്നി വ അന മിൻക്, നീ എന്നിൽ നിന്നാണ്, ഞാൻ നിന്നിൽ നിന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ട് കേൾക്കുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റ സന്തോഷം ഉണ്ടാക്കും. മനോഹരമായിട്ടുള്ള ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അതേപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അഖൂന വ മൗലാന. സ്വഹീഹായിട്ടുള്ള, ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണപ്പെടുന്ന ഹദീസാണ്. അപ്പൊ ആ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൻത മിന്നി വ അന മിൻക്. സ്വാഭാവികമായിട്ട് ഇത് ഹദീസ് സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യം, അലി റളിയല്ലാഹു അൻഹുവിനെ, അതായത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖിലാഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റെടുക്കുക. അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നതിൽ ഒരു ഹദീസ് ഇതാണ്, അവർ ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു സംഭവം. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതിൽ നിന്നൊരിക്കലും അവരുടെ വാദത്തിന് അത് തെളിവാകുന്നില്ല. കാരണം ഈ രൂപത്തിൽ സമാനമായിട്ടുള്ള പദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സ്വഹാബികളെ സംബന്ധിച്ച്, ഇപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ കാണപ്പെടുന്ന ജുലൈബി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള സംഭവം നമ്മൾ നേരത്തെ മറ്റൊരു വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായിട്ടുള്ള പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും അവർ പറയുന്ന വാദത്തിന് തെളിവല്ല എന്ന് കൂടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഹിജ്റ വർഷം 7 നടന്ന സംഭവം. അതിനുശേഷം ഹിജ്റ വർഷം 8 നടന്ന മക്കാ വിജയം അതിനുവേണ്ടി, അതായത് മക്കയിലേക്കുള്ള മക്കാ വിജയത്തിനുള്ള ആ ഒരു പ്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രഹസ്യമായിട്ടാണ് ആസൂത്രണം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ നീക്കങ്ങളെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് ഒരറിവും ലഭിക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായിട്ടുള്ള ആ ഒരു കണിശതയോടുകൂടെ അവരെ സ്വഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി. ഒരിക്കലും നമ്മുടെ ഈ പദ്ധതി പുറത്ത് ലോകം അറിയരുത്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകി. പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു സംഭവം, അത് അലി റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധമാണ്, അതുകൊണ്ടാണ് ഉദ്ധരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നടന്നൊരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ കാണപ്പെടുന്ന ഹദീസ്. ആ സ്വഹാബികൾക്കിടയിൽ ഹാത്തി ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയതൊരു സ്വഹാബി, അദ്ദേഹം ബദരിയാണ്, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം മക്കയിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിലൊരു ദൗത്യം നടത്തുന്ന സന്ദർഭത്തിൽ
തന്റെ കുടുംബത്തിന് വല്ലതും സംഭവിക്കോ, അതല്ലെങ്കിൽ അവരെ ആരെങ്കിലും അവരെ സംരക്ഷിക്കാൻ അവിടെ ആരുമില്ല മക്കത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തന്റെ കുടുംബത്തിന്റെ ആ ഒരു അപകടത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഓർത്തിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താനിരിക്കുന്ന ദൗത്യത്തെ സംബന്ധിച്ച് രഹസ്യമായിട്ടൊരു കുറിപ്പ് എഴുതിയിട്ട് അവിടെയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞയച്ചു. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കണം, ഈ സംഭവം ശത്രുക്കളോട് ചോർത്തുക ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. മനോഹരമായിട്ടുള്ള ഹദീസാണ്. സംഭവം ശത്രുക്കൾ അറിയിക്കാനല്ല അദ്ദേഹം കുറിപ്പ് അയക്കുന്നത്, മറിച്ച് തന്റെ കുടുംബത്തിന്റെ സംരക്ഷത, കുടുംബത്തോടുള്ള അങ്ങേയറ്റം സ്നേഹം കാരണമാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അവരെ സംരക്ഷിക്കണം, അത് മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇതേ രൂപത്തിൽ രഹസ്യക്കുറിപ്പ് കൊടുത്തയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്തത് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടുകൊണ്ടിരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. ഉടൻ തന്നെ വഹയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രഹസ്യ വിവരം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയി നൽകി. ഉടൻ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഈ മൂന്നാളുകളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോവാ, നിങ്ങളൊരു പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം. നിങ്ങൾ പോയി അവിടെ ഖാഖ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തോട്ടത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്ഭുതാണ്. ആ തോട്ടത്തിനടുത്ത് നിങ്ങൾ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ നിങ്ങളൊരു സ്ത്രീയെ കാണും. ആ സ്ത്രീയെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവളുടെ അടുത്തൊരു കത്ത് ഉണ്ടാകും. ആ കത്ത് ഉടൻ തന്നെ നിങ്ങൾ ആ കത്തുമായിട്ട് നിങ്ങൾ തിരിച്ചു വരാം. അപ്പൊ അവര് പറഞ്ഞതുപോലെ തന്നെ അവർ പോകുന്നു. കൃത്യമായിട്ട് ആ സ്ഥലത്ത് ആ സ്ത്രീ അവർ കണ്ടുവിട്ടാൻ. ആ സ്ത്രീ തിരക്കിട്ട് മക്കയിലേക്ക് പോവാൻ. അലി റളിയല്ലാഹു അൻഹു അതേ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവും ആ സ്ത്രീയെ തടഞ്ഞ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. അവര് ശക്തമായിട്ട് നിഷേധിച്ച് അവര് ശക്തമായിട്ട് ചോദ്യം ചെയ്ത് അവസാനം ഗതിയില്ലെന്ന് കണ്ടപ്പോ തന്റെ മുടിക്കെട്ടിനകത്ത് നിന്നും ആ എഴുത്ത് കുറിപ്പെടുത്തിട്ട് അവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നൽകി. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു കൊണ്ടുവന്നു. അവസാനം ആ സ്വഹാബി, അതായത് ആ സ്വഹാബി പിടിക്കപ്പെട്ട് ആതിബ് ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ പിടിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് നീ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഒരിക്കലും അങ്ങയുടെ ഈ ഒരു രഹസ്യ പദ്ധതി ശത്രുക്കൾ അറിയിക്കുക അത്തരത്തിലൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല, മറിച്ച് എന്റെ കുടുംബത്തിന്റെ സംരക്ഷണം അത് മാത്രം ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം വന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കണം എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ന്യായം, സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നിന്നിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുന്ന മനോഹരമായിട്ടുള്ള സംഭവത്തിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വരുന്ന ഹിജറ വർഷം 9 നടന്ന തബൂക്ക് യുദ്ധമാണ്. തബൂക്ക് യുദ്ധം നമുക്കറിയാം തികച്ചും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് തബൂക്ക് യുദ്ധത്തിലുള്ള ആഹ്വാനം വരുന്നത്. ആ തബൂക്ക് യുദ്ധത്തിൽ നമുക്കറിയാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്, തബൂക്ക് യുദ്ധത്തിൽ ഒഴികെ. ആ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബകാര്യങ്ങൾ നോക്കാനും അതേപോലെ തന്നെ മദീനയിലുള്ള സ്ത്രീകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, മദീനയുടെ മൊത്തം ചുമതല മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബിയെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ആ സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ അവർ കളിയാക്കി പറയാൻ തുടങ്ങി, ഇത്ര ധീര യോദ്ധാവൊക്കെ ആയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീകളും കുട്ടികളെ കൂടെയൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയല്ലോ, അല്ലാത്ത കഷ്ടമുണ്ട്. അതായത് ഇത്രയും ധീര യോദ്ധാവൊക്കെ ആയിട്ട് നിങ്ങളെ ഇവിടെ ഇട്ടു പോയല്ലോ എന്ന് ഈ രൂപത്തിൽ കളിയാക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു, നമ്മൾക്കറിയാം സ്വഹീഹ് മുസ്ലിമിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് തുഖല്ലിഫുനി ഫി നിസാഇ വസ്സുബിയാൻ, പ്രവാചകരെ, ഈ കുട്ടികളെയും സ്ത്രീകളെയും കൂടെ എല്ലാം ഈ കൂടെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോവാണോ? അലി റളിയല്ലാഹു അൻഹു ആ രൂപത്തിൽ ചോദിച്ചു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അലി, നീയാണ് എന്റെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പരിചരിക്കാൻ നിന്നേക്കാൾ യോഗ്യനായിട്ടുള്ള മറ്റാരാണുള്ളത്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി. മനോഹരമായിട്ടുള്ള ഹദീസ്, സ്വഹീഹ് മുസ്ലിം അതേപോലെ തന്നെ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന രണ്ട് ഹദീസിലും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാറൂന് മൂസയുടെ അടുത്ത് ഉണ്ടായ സ്ഥാനമാണ് നിനക്ക് എന്റെ അടുത്തുള്ളത്. അതായത് എനിക്ക് ഹാറൂൻ മൂസയോടുള്ള, അതായത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ബന്ധാണ് എനിക്ക് നിന്നോടുള്ളത്. പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞു, ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി, അതായത് എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ല.
അത് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറിക്കുകയും ചെയ്തു. ഈ ഹദീസും ഇതേ രൂപത്തിൽ മറുപക്ഷം തെളിവിന് വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരൊറ്റ കാര്യം, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം സംഭവം സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണപ്പെടുന്ന സംഭവത്തിലും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ സന്ദർഭത്തിലും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്റെ സമൂഹത്തിനിടയിൽ നിർത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയത്. അതേപോലെ തന്നെ എന്റെ കുടുംബമായിട്ടുള്ള എന്റെ കുടുംബത്തിന്റെ ചുമതല ഏൽപ്പിക്കാൻ നിന്നേക്കാൾ യോഗ്യത ആയിട്ടുള്ള മറ്റൊരാളില്ല. അത് അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല. അപ്പൊ നമുക്കറിയാം അതേ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തീവ്ര രോഗം ബാധിച്ചത് കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ ഭാര്യയുടെ അടുത്തിരിക്കാൻ കൽപ്പന നൽകിക്കൊണ്ടാണ് പോയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിൽ വാദിക്കുന്ന ആളുകൾക്കുള്ള ഒരിക്കലും ഈ ഹദീസ് തെളിവല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്തിന് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു യോഗ്യൻ എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഹദീസ് എങ്ങനെയാണ് അതിന് തെളിവാകുന്നത്? കാരണം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം ആ സമൂഹത്തിന്റെ അധികാരം ഏറ്റെടുത്തായി നമ്മളിവിടെ കാണുന്നില്ല. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മുമ്പേ മരണപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് ഈ ഒരു രൂപത്തിൽ, അതായത് അവരുടെ വാദത്തിന് ഒരിക്കലും ഹദീസ് തെളിവല്ല. ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം മാത്രം. അതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് എന്റെ കുടുംബത്തിന്റെ ചുമതല ഏൽപ്പിക്കാൻ നിന്നേക്കാൾ യോഗ്യനായിട്ടുള്ള മറ്റൊരാൾ. അതാണ് തബൂക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. നമുക്കറിയാം തബൂക്ക് യുദ്ധം നടന്നിട്ടില്ല. അവിടെ എത്തിയ സന്ദർഭത്തിൽ, അവിടെ ഉണ്ടായ സന്ദർഭം നമുക്കറിയാം. ഏതായിരുന്നാലും ആ ഒരു യുദ്ധത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പിന്നീട് ഹിജ്റ വർഷം 8 നടക്കുന്ന മക്ക വിജയം നമുക്കറിയാം. മക്ക വിജയത്തിന് ശേഷം ഹിജ്റ വർഷം 9 നമുക്കറിയാം ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പറഞ്ഞയച്ചു. ചരിത്രത്തിൽ പ്രത്യേകം മനസ്സിലാക്കണം, ഹിജ്റ വർഷം 9 നടന്ന ഹജ്ജ് ചരിത്രത്തിൽ ആദ്യവും അവസാനവുമായിട്ട് മുസ്ലിങ്ങളും മുശ്രിക്കുകളും ഒരേ സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്ത സന്ദർഭം ആ ഒരു സമയത്ത് മാത്രമാണ്. അവിശ്വാസികളായിട്ടുള്ള ആളുകളും ആ സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്തു. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിശ്വാസികളുമായിട്ടുള്ള ആ കരാറ് ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള സൂറത്ത് തൗബയിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. അത് ലഭിച്ച ഉടൻ തന്നെ അത് പരസ്യമായിട്ട് അവിടെ വിളംബരം ചെയ്യാൻ വേണ്ടി, അതായത് ഇനി മേലിൽ മക്കയിൽ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ള ഹജ്ജ് നിരോധിച്ചുകൊണ്ട്, അതായത് അവര് നമുക്കറിയാം നഗ്നരായിട്ട് അവർ തവാഫ് ചെയ്തിരുന്നു. അതേ രൂപത്തിൽ അവർ വിഗ്രഹങ്ങൾ സംരക്ഷിച്ചിരുന്നു. അതെല്ലാം വിലക്കിക്കൊണ്ടുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അതോടൊപ്പം തന്നെ അതിൽ അവർക്ക് സമയവും നൽകി, 4 മാസത്തോളം സമയവും നൽകിക്കൊണ്ടുള്ള സൂറത്ത് തൗബയിൽ ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ആ ആയത്തിനെ സംബന്ധിച്ച് അവരെ വിളംബരം, അതല്ലെങ്കിൽ അതിനെ അറിയിക്കാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അയച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു, ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഘമായിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ആ വാർത്ത ലഭിച്ച ഉടൻ ആ വാർത്ത അറിയിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് അയച്ചു. അങ്ങനെ ഈ രണ്ടാളുകൾ, അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു വഴിയിൽ അൽ അറജ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് രണ്ടാളുകളും കണ്ടുമുട്ടിയ ഉടനെ മനോഹരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ അയച്ചത് നായകനായിട്ടാണോ അതോ സന്ദേശവാഹകനായിട്ടാണോ? ഏത് രൂപത്തിലാണ് താങ്കൾ ഇപ്പോൾ വരുന്നത്? എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അലി റളിയല്ലാഹു അൻഹുവിനെ അയക്കില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു വിനയത്തോടു കൂടെ പറഞ്ഞു, ഞാൻ കേവലം സന്ദേശവാഹകനായിട്ടാണ് ഞാൻ വരുന്നത്. രണ്ടാളുകളും മക്കയിലേക്ക് പോകുന്നു. അവിടെ മക്കയിൽ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം ആ ഹജ്ജിൽ അലി റളിയല്ലാഹു അൻഹു ജംറക്ക് സമീപം എന്നുകൊണ്ട് ആ ഒരു കൽപ്പന ഉറക്കെ വിളംബരം ചെയ്തു. അതായത് ഇനി മേലിൽ മക്കയിൽ വിഗ്രഹം പാടില്ല, അതേപോലെ തന്നെ നഗ്നരായിട്ടുള്ള തവാഫ് അതെല്ലാം വിലക്കിക്കൊണ്ടിട്ടുള്ള ആ ഒരു കൽപ്പന അലി റളിയല്ലാഹു അൻഹു അവിടെ പരസ്യമായിട്ട് വിളംബരം ചെയ്തു. അപ്പൊ ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നേതൃത്വം നൽകുന്നതായിട്ട് ഒരു സംഭവമാണ് ഈ ഹദീസിൽ നമ്മൾ കാണുന്നത്. സംഭവമായിട്ട് നമ്മൾ കാണുന്ന ഹിജ്റ വർഷം 9 നടന്ന മുബാഹല എന്ന് വെച്ചാൽ ഇപ്പൊ നജറാനിൽ നിന്ന് ഒരു ക്രൈസ്തവ സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് ഇസ്ലാമിന്റെ ആദർശം അവർക്ക് മുമ്പിൽ വെച്ചു. പക്ഷെ അവര് സ്വീകരിക്കാൻ സന്നദ്ധമായില്ല. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ
59 മുതൽ 61 വരെയുള്ള ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ആയത്തിന്റെ സബബ് ആ സന്ദർഭത്തിലാണ്. ആയത്തിൽ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആനിലെ വിഷയത്തിൽ ക്രൈസ്തവരായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില ആയത്തുകൾ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 59-ാമത്തെ ആയത്തിൽ ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപമ ആദമിനെ പോലെയാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവില്ലാതെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങൾ ദൈവമായി കാണുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അങ്ങനെയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ആദം മാതാവും പിതാവും ഇല്ലാതാണ് സൃഷ്ടിച്ചത്. ആ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആയത്തിന്റെ അടുത്ത ആയത്തിൽ അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകുനന്ന മിനൽ മുംതരീൻ, സത്യം അല്ലാഹുവിന്റെ അടുത്ത് നിന്നാണ്, നിങ്ങൾ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 61-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു, ഫമൻ ഹജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഫഖുൽ തആലൂ നദു അബ്നാഅനാ വ അബ്നാഅകും വ നിസാഅനാ വ നിസാഅകും വ അൻഫുസനാ വ അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതെല്ലാം കിട്ടിയതിന് ശേഷവും ഈസാന്റെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അതായത് ആ വന്ന ആളുകൾ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ തആലൗ നദു അബ്നാഅനാ വ അബ്നാഅകും, അവരുടെ മക്കളെയും സ്ത്രീകളെയും അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരുടെ മൊത്തം കുടുംബാംഗങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരോട് പറയാ, ദൈവത്തിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അതായത് ഇതെല്ലാം പറഞ്ഞിട്ടും ഇത് സത്യമല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് കളവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ രണ്ട് വിഭാഗവും നമ്മുടെ മൊത്തം കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം, കളവ് പറയുന്ന ആളുടെ മേലെ അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ, അതിന് നിങ്ങൾ തയ്യാറാണെന്ന് അവരോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ ഒരു ശാപ പ്രാർത്ഥന മുബാഹല നടത്താൻ വേണ്ടി അവരോട് പറഞ്ഞു. അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക, ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരും, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ആരാണ് കളവ് പറയുന്നത് അവരുടെ മേലെ ശാപം ഉണ്ടാവട്ടെ. അതിന് ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെയും, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കിടാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ പ്രവാചകന്റെ ആവേശമൊക്കെ കണ്ട സന്ദർഭത്തിൽ അവർക്ക് വല്ലാത്ത ഭയമായി, ക്രൈസ്തവർക്ക് വല്ലാത്ത ഭയമായിട്ട് അവർ മെല്ലെ പിന്മാറി. അവർ പരസ്പരം പറഞ്ഞു, അവരുടെ നേതാവ് പറഞ്ഞു, ഇയാളെങ്ങാനും ഇനി സത്യപ്രവാചകനാണെങ്കിൽ നമ്മുടെ പൊടി പോലും ഭൂമിയിൽ അവശേഷിക്കില്ല, അതുകൊണ്ട് നമുക്ക് മെല്ലെ പിന്മാറുന്നതാണ് നല്ലത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അവരതിന് തയ്യാറായില്ല. അവസാനം ജിസിയ നൽകിക്കൊണ്ട് അവിടെ ജീവിക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, അതാണ് മുബാഹല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു. അതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കുടുംബമായിട്ട് വിളിച്ചത് അലി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മക്കളെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസുൽ കിസ എന്നറിയപ്പെട്ട പേരിൽ ഈ ഹദീസ് പ്രസിദ്ധമാണ്. സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹ് ആയിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതപ്പെടുത്തിട്ട് ആ പുതപ്പിനുള്ളിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും മക്കളെയെല്ലാം ചേർത്ത് നിർത്തി പ്രത്യേകമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഹദീസിൽ നമ്മൾ കാണുന്നത്. ഈ ഹദീസും ഇതേ രൂപത്തിൽ മറുപക്ഷം തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകമായിട്ടൊരു കാര്യം, പ്രവാചക കുടുംബത്തിന്, അതായത് അഹ്ലുബൈത്തിന് ശ്രേഷ്ഠതയില്ലെന്ന് ഒരാളും പറയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും ശ്രേഷ്ഠതയുണ്ട്. അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠത പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനത്തിൽ അഹ്ലുബൈത്ത് എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ അഭിസംബോധന ചെയ്യുന്ന ആയത്താണത്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്ക് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ലഖറാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ ഖറാബത്തി, തീർച്ചയായിട്ടും എന്റെ കുടുംബത്തെക്കാൾ പ്രവാചകന്റെ കുടുംബത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നതായിട്ട് എന്ന് പറയുന്നതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടെല്ലാം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അഹ്ലു ബൈത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ശ്രേഷ്ഠതയുണ്ട്. ആ അഹ്ലു ബൈത്ത് എന്നുള്ളത് കേവലം അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മാത്രമല്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതാണ് അവരുമായിട്ട് നമ്മൾ ഭിന്നിക്കുന്നൊരു, അതായത് അഹ്ലു ബൈത്ത് എന്നുള്ളത് കേവലം അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മാത്രമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത് തന്നെ സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ ആയത്ത് തന്നെ ആരംഭിക്കുന്നത് യാ നിസാ അൻ നബി എന്ന് വിളിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ടാണ് ആയത്ത് തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ പ്രവാചക കുടുംബത്തിന് തീർച്ചയായിട്ടും ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ആ
ആ പ്രവാചക കുടുംബം എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം കുടുംബമല്ല. അതോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. പ്രവാചക കുടുംബത്തിന് ശ്രേഷ്ഠതയുണ്ട്, പക്ഷേ ആ കുടുംബ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് ഒരാളും മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അതായത് കുടുംബ ശ്രേഷ്ഠത കൊണ്ട് മാത്രം അവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തുറമുതിരിക്കുന്ന ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സ്വന്തം കർമ്മം കൊണ്ട് പിറകിലായാൽ അവന്റെ കുടുംബം കൊണ്ട് ഒരാൾക്കും അവിടെ മുന്നേറാൻ കഴിയില്ല. അതായത് കുടുംബ മഹിമ കൊണ്ട് ഒരാളും മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ആരായാലും ശരി, അത് പ്രവാചകന്റെ കുടുംബമായാൽ വരെ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറാന്റെ 214-ാമത്തെ വായത്തിൽ വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ, നീ നിന്റെ ബന്ധുക്കളെ നീ താക്കീത് ചെയ്യുക എന്നുള്ള കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സന്ദർഭത്തിൽ, അത് ആ ഒരു ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ലമ്മാ നസലത് ഹാദിഹിൽ ആയ ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദ, ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബനി കഅബ് ഇബ്നു ലുഅയ് അൻഖിദു അൻഫുസകും മിനന്നാർ. ഓ കഅബ് ഇബ്നു ലുഅയ്, കഅബ് ഇബ്നു ലുഅയ് ആ ഒരു കുടുംബത്തെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബനി അബ്ദു മനാഫ്, ഓ അബ്ദു മനാഫിന്റെ കുടുംബമേ അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. യാ ബനി ഹാഷിം, അതേപോലെ തന്നെ യാ ബനി അബ്ദുൽ മുത്തലിബ് അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമത ബിൻതി മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈഅ. ഓ എന്റെ മകൾ ഫാത്തിമ, നരകത്തിൽ നിന്നും നീ നിന്റെ ശരീരത്തെ രക്ഷിക്കുക. അൻഖിദി നഫ്സകി മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈഅ. അന്നത്തെ ദിവസം അന്യായമായിട്ട് അള്ളാഹുവിൽ നിന്നും ഒന്നും നിനക്ക് നൽകാൻ സാധ്യമല്ല എന്നുള്ള സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ഒരാൾ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അതല്ലാതെ മറ്റൊരു രൂപത്തിലും സ്വന്തം കർമ്മങ്ങൾ കൊണ്ടും വിശ്വാസം അടിയുറച്ചിട്ടുള്ള കർമ്മം കൊണ്ട് മാത്രമേ മരണാനന്തര ജീവിതത്തിൽ ഒരാൾ രക്ഷപ്പെടൂ. പ്രവാചകന്റെ കുടുംബമാണെങ്കിൽ വരെ കുടുംബത്തിന് തീർച്ചയായിട്ടും ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ആ ശ്രേഷ്ഠത അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന കാലം മാത്രമാണ്. അള്ളാഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുന്ന പ്രവാചകന്റെ കുടുംബാംഗം നൂറുൻ അലാ നൂർ, അവർക്ക് ഇരട്ടി പ്രതിഫലമാണ്. കാരണം പ്രവാചകന്റെ കുടുംബമാണ്. അതല്ലാതെ കുടുംബം എന്നുള്ള ഒരു കെയർ ഓഫിൽ ഒരിക്കലും അവിടെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് മുബാഹലയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. പിന്നീട് ഹിജ്റ വർഷം 9 അടുത്തായിട്ടുള്ള സംഭവം, ഹിജ്റ വർഷം 9 മക്ക വിജയത്തിനും തബൂക്കിനെല്ലാം ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രതിനിധിയായിട്ട് യമനിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള ചില സ്വഹാബിമാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്കറിയാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതോടൊപ്പം തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയക്കുന്നുണ്ട്. അവിടെയുള്ള അവിടെ ഖാലിയായിട്ടും അതേപോലെ തന്നെ മുഅല്ലിമായിട്ടെല്ലാം വർദ്ധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുകയാണ്. അവിടെ അലി റളിയല്ലാഹു അൻഹു യമനിൽ നടത്തിയ ചില മനോഹരമായിട്ടുള്ള വിധികൾ, അത് നിരവധിയുണ്ട്, അതൊന്നും ഞാൻ അവിടെ സൂചിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിലൂടെ യമനിലുള്ള പ്രസിദ്ധമായിട്ട് ഒരു ഗോത്രം ഹമദാൻ അല്ലെങ്കിൽ ഹംദാൻ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കാൻ, ആ ഇസ്ലാം സ്വീകരിച്ച വിവരം അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതി അറിയിച്ചു. ആ കത്ത് ലഭിച്ച ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീണുകൊണ്ട് തല ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹമദാനികൾക്ക് സമാധാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നീട് കടന്നു വരുന്ന അവസാനത്തെ സംഭവം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനമായിട്ട് നടത്തിയ വിടവാങ്ങൽ ഹജ്ജത്തുൽ വിദാ. ആ ഹജ്ജത്തുൽ വിദായിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നാണ് പുറപ്പെടുന്നത്. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജിൽ പങ്കെടുക്കാൻ വരുന്നത് യമനിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യമനിലായിരുന്നു അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അപ്പൊ മദീനയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്കറിയാം അവരുടെ മീഖാത്ത് എന്നുള്ളത് ദുൽഹുലൈഫയാണ്. ആ ദുൽഹുലൈഫയിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രാത്രി തങ്ങിയതിന് ശേഷമാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. അപ്പൊ ഹജ്ജിനുള്ള ബലിമൃഗങ്ങളുമായിട്ട് അലി റളിയല്ലാഹു അൻഹു യമനിൽ നിന്നാണ് വരുന്നത്. യമനിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ മീഖാത്ത് ദുൽഹുലൈഫ അല്ല, വേറെ മീഖാത്താണ്. അലി റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ അലി, ഏത് ഹജ്ജാണ് നിങ്ങൾ നിയ്യത്താക്കിയത്?
ഏത് ഹജ്ജിനാണ് നിങ്ങൾ തൽബിയത്ത് ചൊല്ലിയത്? കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഹജ്ജാണ് ചെയ്യുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് യാതൊരു അറിവുമില്ല. നമുക്കറിയാം ഹജ്ജ് 3 തരം ഹജ്ജുണ്ട്, ഇഫ്രാദ്, തമത്തു, ഖീറാൻ, 3 ഹജ്ജുകളുണ്ട്. അപ്പൊ അതിൽ ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പോകുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് യാതൊരു അറിവുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ സാമർത്ഥ്യം നോക്കുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞത് ലബ്ബൈക കമാ ലബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഹജ്ജാണോ ചെയ്യുന്നത് ആ ഹജ്ജിന് വേണ്ടി ഞാൻ നിയ്യത്ത് വെക്കും. അത് പറഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ആ ഹജ്ജിന് പുറപ്പെട്ടത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരാണ്. ആ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു അവസാനത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജിനുള്ള ബലിമൃഗങ്ങൾ അലി റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. മൊത്തം 100 ബലിമൃഗങ്ങൾ ഉണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സുദീർഘമായിട്ടുള്ള ഹദീസിൽ ഇതെല്ലാം കാണാൻ സാധിക്കും. മൊത്തം 100 ബലിമൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 63 എണ്ണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കരങ്ങൾ കൊണ്ട് ബലിയറുത്തു. ബാക്കി 37 എണ്ണം ബലിയറുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് അതാണ്. അവസാനത്തെ ഹജ്ജത്തുൽ വിദാവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിന് ശേഷം തൊട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനാവുകയാണ്. മരണത്തിന്റെ 5 ദിവസം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി ശക്തമായി. അവസാനമായിട്ടൊരു വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേതൃത്വം നൽകി. അതിനുശേഷം പിന്നീട് നമസ്കാരത്തിന്റെ നേതൃത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ചുമതലപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ 17 വഖ്തോളം നമസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രത്യേകം ചിന്തിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു ചുമതല ഏൽപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ലോല ഹൃദയനാണ്. അതുകൊണ്ട് തന്നെ നമസ്കാര ചുമതല ഏറ്റെടുക്കാൻ പ്രയാസമാണെന്ന് മകള് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു, അല്ലാഹുവും റസൂലും അബൂബക്കറിനെ അല്ലാതെ അനുവദിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ടെല്ലാം സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അതെല്ലാം കൃത്യമായിട്ട് തനിക്ക് ശേഷമുള്ള പിൻഗാമിയിലേക്കുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അവസാന നാളിലൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖത്തിന് ഒരല്പം കുറവ് വന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹായത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തുന്നുണ്ട്. പള്ളിയിലെത്തിയ സന്ദർഭത്തിൽ അവിടെ നമസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ട ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരല്പം പിറകിലേക്ക് മാറി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടരാൻ വേണ്ടി ആംഗ്യം കാണിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നമസ്കരിച്ചതും സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിൻഗാമിയെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇതെല്ലാം ഈ ഖിലാഫത്തിന്റെ ചരിത്രത്തിന്റെ 1-ാം ഭാഗത്ത് ആദ്യത്തിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഖിലാഫത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. അങ്ങനെ അവസാനം ഹിജറ വർഷം 11 റബീഉൽ അവൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം മരണപ്പെടുന്നു. ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യദേഹം അവർ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെക്കാണ്. ധരിച്ച വസ്ത്രം അഴിക്കാതെയായിരുന്നു അവർ ആ മയ്യത്ത് കുളിപ്പിച്ചത്. കുളിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യദേഹം കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയതും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൊത്തം 6 ആളുകളാണ് പ്രവാചകന്റെ ആ പുണ്യദേഹം കുളിപ്പിച്ചത്. അത് ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതോടൊപ്പം തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രന്മാരായിരുന്ന ഫള്, അതേപോലെ തന്നെ ഖുസം, അതേപോലെ തന്നെ 4-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന ശുഖറാൻ എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തി, അവസാനമായിട്ട് അൻസാറുകളിൽ നിന്നും അവരുടെ പ്രതിനിധിയായിട്ട് ഔസ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു. ആ രൂപത്തിൽ 6 ആളുകളാണ് പ്രവാചകന്റെ ആ പുണ്യദേഹം കുളിപ്പിച്ചത്. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മക്കളും പ്രവാചകന്റെ ആ പുണ്യ ശരീരം അവർ പിടിച്ചു കൊടുത്തു. അതായത് ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ശരീരം മറിച്ചും തിരിച്ചും കടത്തിയതെല്ലാം അവരായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മയ്യത്ത് കഴുകാനായിട്ട് ഔസ് ബിൻ ഖവലയും ആ ശുഖ്റാനും അവർ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നെല്ലാം സ്വയായിട്ടുള്ള ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ആ പുണ്യദേഹം കുളിപ്പിച്ചതിന് ശേഷം 3 യമനി സുഹൂലി വസ്ത്രങ്ങളിൽ പ്രവാചകന്റെ ആ പുണ്യ ശരീരം അവർ പൊതിഞ്ഞു. അതിനുശേഷം അവർ നമസ്കരിച്ചതാണ്
അവിടെ നമ്മൾ കാണും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മയ്യത്ത് കുളിപ്പിക്കാനെല്ലാം നേതൃത്വം നൽകിയതും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുന്നതിന് മുമ്പ് തന്നെ ആ ബനൂ സാഇദ പന്തലിൽ വെച്ച് അവര് അടുത്ത ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കാൻ. ആ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യദേഹം സംസ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായിരുന്നത് കൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് അവിടെ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. ആ ബൈഅത്ത് നൽകിയത് എങ്ങനെയാണ്, ഏത് രൂപത്തിലായിരുന്നു ബൈഅത്ത്, അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായിട്ട് സ്വഹാബത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും നാളെ മരണാനന്തര ജീവിതത്തിൽ അവരുമായിട്ട് ഒന്നിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.